അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഒന്നാം ക്ലാസ് വിദ്യാർത്ഥികളുടെ രണ്ടാമത്തെ പാർട്ടിൻ്റെ 9ാമത്തെ പാഠത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇതിൽ നേരത്തെ പഠിച്ചതായ ഫനസ് എന്നുള്ളതായ പാഠത്തിൽ ഫ എന്നുള്ള അക്ഷരം നമ്മൾ പഠിച്ചു. അതിലേക്ക് മുമ്പ് ഒരുപാട് അക്ഷരങ്ങൾ പഠിച്ചിട്ടുണ്ട്. എല്ലാം കുട്ടികൾക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് ഫ എന്നുള്ള അക്ഷരത്തിലേക്ക് ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് വായിക്കുക എന്നതാണ് നമ്മൾക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. ഇവിടെ കാണുന്നതായ ചിത്രം, ഇതിന്റെ പേരെന്താണ്? അറിയാലേ? ആപ്പിൾ. ഇത് കഴിക്കാത്തവർ ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും കഴിച്ചിട്ടുണ്ട്. അപ്പൊ ആപ്പിൾ എന്നുള്ളത് നമ്മുടെ നാടുകളിൽ സുലഭമായിട്ട് കിട്ടുന്ന ഒരു ഫ്രൂട്ട് ഐറ്റംസ് ആണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യാൻ പറ്റൂല. ഇത് നമ്മുടെ നാട്ടിൽ എന്താവൂല, ഈ ഒരു ആപ്പിൾ വളരാൻ നമ്മളുടെ ഇവിടെയുള്ളതായ മണ്ണ് ഇതിനക്ക് അനുവദിക്കുന്നില്ല. മറ്റു കാശ്മീർ നാടുകളിലാണ് ഇതിൻ്റെ വളർച്ച കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആപ്പിൾ എന്നുള്ളത് നമ്മളുടെ ശരീരത്തിലേക്ക് വളരെയേറെ വിറ്റമിൻ നൽകുന്നതായ ഒരു ഫ്രൂട്ടാണ്. ഓക്കെ, ഇതിനൊക്കെ പറയുന്നതായ അറബിയിൽ പറയുന്ന പേരാണ് തുഫാഹ്. എന്താ പേര് പറയാ? തുഫാഹ്. ഒന്നുകൂടി പറയൂ, തുഫാഹ്. തുഫാഹ്, തുഫാഹ്. ഓക്കെ അല്ലേ? അതിന് താഴെയുള്ളതായ പദങ്ങൾ നമ്മൾക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. ഫാറുൻ, ഗഫാറുൻ. സ്വഫു, സ്വഫു. സ്വിഫീനുൻ, സ്വിഫീനുൻ. സ്വഫൻ, സ്വഫൻ. ദഫുൻ, ദഫുൻ. ഉഫിൻ, ഉഫിൻ. ഖഫഫ, ഖഫഫ. തഹുഫു, തഹുഫു. ശഫിഅ, ശഫിഅ, ശഫിഅ. ഇവിടെ ചുവന്ന അക്ഷരം നോക്കൂ. ഫ, ഫു, ഫി, ഫൻ, ഫുൻ, ഫിൻ. ഫ, ഫു, ഫി. അവ ശ്രദ്ധുള്ളതായ അക്ഷരങ്ങളാണ് എല്ലാ ഫാകളും അല്ലേ? ഇതാണ് ശ്രദ്ധ. നമ്മൾ നേരത്തെ കഴിഞ്ഞ 1ാമത്തെ പാർട്ടിൽ ജുബ്ബ പാഠത്തിൽ പഠിച്ചതാണ് ഈ ശ്രദ്ധനെ കുറിച്ചിട്ട്. ഒന്നുകൂടി ഘനം പ്രയോഗിച്ചിട്ട് വേണം ഈ ഓരോ അക്ഷരങ്ങൾ പറയാൻ. ഫ, ഫു, ഫി, ഫൻ, ഫുൻ, ഫിൻ. ഫ, ഫു, ഫി. അല്ലേ? ഇങ്ങനെ കൂടുതൽ പ്രാവശ്യം നിങ്ങൾ ചൊല്ലി ചൊല്ലി പ്രാക്ടീസ് ചെയ്യണം. എന്നാൽ നമുക്ക് ഈ ശ്രദ്ധനെ ഒന്നുകൂടി നല്ല മെച്ചപ്പെടുത്തിയിട്ട് വായിക്കാൻ കഴിയും. ഓക്കെ അല്ലേ? നമ്മൾക്ക് അടുത്ത പേജ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. നഖ്റ, വായിക്കുക. ഹ, ഫി, ഫ്, ഖഫിഫ്. സ്വഫി, സ്വഫി. ഫാത്തിഹുൻ, സ്വഫൻ, സ്വഫൻ. ഖഫീഫുൻ, ഖഫീഫുൻ. സുഫൂഫുൻ, സുഫൂഫുൻ. ഓക്കെ അല്ലേ? ഇത് നമ്മൾക്ക് കൂടുതൽ പ്രാവശ്യം ഇങ്ങനെ വായിക്കുക. ഇതിൻ്റെ നേരെ താഴെയുള്ളതായ നസ്റിൽ ഹുറൂഫ്, ഇത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഇതെങ്ങാനും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഏകദേശം എഴുത്തിൻ്റെ മേഖല നല്ല ഉഷാറായിട്ട് നമുക്ക് എടുക്കാൻ കഴിയും. ഇതാണ് നമ്മൾ വളരെ പ്രധാനമായിട്ട് പഠിക്കേണ്ടത്. ത, ഷ്, ഫ, ഔ, തശ്ഫഉ എന്ന് ഓരോ അക്ഷരങ്ങളും വേറെ വേറെ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഇതിനെല്ലാം ജോയിന്റ് ചെയ്തിട്ടാണ് നമ്മളിവിടെ എഴുതേണ്ടത്. ചേർത്ത് എഴുതിയിട്ടാണ്
നമ്മളിവിടെ കൊടുക്കേണ്ടത്. ഓരോ അക്ഷരങ്ങൾ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? ചേർത്തി എഴുതണം. അപ്പൊ എങ്ങനെയാണ് ചേർത്തി എഴുതുക? ഫി റാഷുൻ ഫിറാഷുൻ, തു ഹ് ലി ഫു തുഹ്ലിഫു, ത ഫ് ജു റു തഫ്ജുറു. ഇത് 4 എണ്ണത്തിന് നമ്മൾ എന്താക്കണം? ചേർത്തിട്ട് ഡാഷിൽ ഫില്ലപ്പ് ചെയ്യണം. നിങ്ങൾക്കറിയില്ല എഴുതാന്? വേണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോ വേറൊരു പേപ്പറിൽ എഴുതി കാണിക്കാം. ഇതാണ് അതിനൊക്കെയുള്ള 4 ആൻസർ. തഷ്ഫഉ, അതേപോലെ തന്നെ ഫിറാഷുൻ, തുഖ്ലിഫു, തഫ്ജുറു. ഇങ്ങനെ ജോയിന്റ് ചെയ്തിട്ടാണ് നമ്മൾ ഡാഷ് ഫില്ലപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതിന്റെ അവസാനത്തെ ഭാഗമാണ് നഖറഉ മിനൽ ഖുർആൻ. ഖുർആനിൽ നിന്ന് വായിക്കുക. ത്വറഫൻ, ഖഫഫ, ആസിഫുൻ, ഗഫാറൻ, ഫഅഫു, ഉഫിൻ. ഓക്കെ അല്ലേ? ഇൻഷാ അല്ലാഹ് അപ്പോൾ കൂടുതൽ സമയം നമ്മൾ വായിക്കുകയും എഴുതുകയും ചെയ്യണം. നേരത്തെ പറഞ്ഞതായ ജോയിന്റ് ചെയ്യേണ്ടതായ പിന്നെ ചേർത്ത് എഴുതേണ്ടതായ ഈ രൂപങ്ങൾ നമ്മൾക്ക് ഇതല്ലാത്ത ബാക്കിയുള്ള ഓരോ പദങ്ങളെയും നമ്മൾ എന്താക്കണം? കൂടുതൽ പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് വളരെ എളുപ്പത്തിൽ ചേർത്ത് എഴുതാൻ കഴിയും. അപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു ടഫുള്ള ഒരു സംഗതിയാണ് ചേർത്ത് എഴുതുക എന്നുള്ളത്. ഇത് കുട്ടികൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ബാക്കിയുള്ള ക്ലാസ്സുകളിൽ എത്തിക്കഴിഞ്ഞാൽ വളരെ സുലഭമായിട്ട് കൂടുതൽ പദങ്ങൾ എഴുതാനും വാക്യങ്ങൾ എഴുതാനും കഴിയും എന്നുള്ളതിൽ സംശയമില്ല. അല്ലാഹു തആല എല്ലാവിധത്തിൽ കഴിവ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാഫിയായ ഇൽമ പ്രദാനം ചെയ്യട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.